എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ കടായി പനീറിന്റെ റെസിപ്പിയുമായിട്ടാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കടായി പനീർ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പു എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കുക. ഇതിപ്പോൾ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതായി കാണുന്നത് പോലെ ചെറുതായി കട്ട് ചെയ്ത ഒരു 250 ഗ്രാം പനീർ ഇട്ട് കൊടുക്കുക. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ജസ്റ്റ് കളറൊന്ന് മാറുമ്പോൾ തന്നെ ഇത് കോരിയെടുക്കുക. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഏകദേശം 1 ഇഞ്ച് വലിപ്പത്തിൽ കട്ട് ചെയ്ത ഒരു ക്യാപ്സിക്കവും ഒരു സവോളയും ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഇതും പാനിൽ നിന്ന് കോരിയെടുക്കുക. ഇനി അതേ പാനിലേക്ക് തന്നെ തീരെ ചെറുതായി കട്ട് ചെയ്ത 2 സവോള ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കളർ ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 തക്കാളി മിക്സിയിലിട്ട് നന്നായി അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി വീണ്ടും 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2 മിനിറ്റ് കൂടെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവോളയും പനീറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ മസാലയൊക്കെ എല്ലായിടത്തും ആകുന്ന വിധം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. സാവധാനത്തിൽ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് നേരം മൂടി വെച്ച് വേവട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് അല്പം കസ്തൂരി മേത്തി എടുത്ത് ജസ്റ്റ് ഒന്ന് കയ്യിലിട്ടൊന്ന് തിരുമിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം സാവകാശം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കടായി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലൊരു കറിയാണ് ഈ നമ്മുടെ കടായി പനീർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.